രക്ഷാദൗത്യം എങ്ങും എത്താതെ പാതി വഴിയിൽ നിൽക്കുമ്പോൾ തലനാരിഴയ്ക്ക് ഷിരൂർ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട കഥയാണ് ലോറി ഡ്രൈവറായ പത്തനംതിട്ട സീതത്തോട്ടിലെ ഹംസയ്ക്ക് നമ്മോട് പറയാനുള്ളത്. ടയർ പഞ്ചറായതുകൊണ്ട് മാത്രമാണ് ഈ വലിയ ദുരന്തത്തിൽ അകപ്പെടാതെ താൻ രക്ഷപ്പെട്ടു പോയതെന്ന് ഹംസ 24 തുറന്നു പറഞ്ഞു. പത്തനംതിട്ടയിലെ സീതത്തോട് നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. നമ്മോടൊപ്പം ഉള്ളത് ഷിരൂർ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട ലോറി ഡ്രൈവർ ഹംസയാണ്. എന്താണ് ഹംസക്ക് അന്ന് സംഭവിച്ചത്? ഭയങ്കര മഴയാണ്. പക്ഷേ ആ 15 മിനിറ്റ് ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് മഴ മാറി. അപ്പോഴത്തേന് ഞാൻ ഇറങ്ങി ടയർ തട്ടി നോക്കിയപ്പോൾ ടയർ പഞ്ചറായി. ആ ടയർ ഞാനും എൻ്റെ കൂടെയുള്ള ഷാജി ചേട്ടൻ ഞങ്ങൾ രണ്ടുപേരും കൂടെ അത് മാറിയിട്ട് ഇവിടെ വരുമ്പോൾ ഒരു 15 വണ്ടിയുടെ പുറകുവശത്തായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തു. പക്ഷേ ഇത് കണ്ട് ഞാൻ തന്നെ പേടിച്ചു പോയി. മല മുഴുവൻ ഇടിഞ്ഞു വരുമായിരുന്നു. മല മൊത്തത്തിൽ ഇടിഞ്ഞിങ്ങനെ നിരന്ന് കിടക്കുകയാണ്. അല്ലാണ്ട് അപ്പം അന്ന് അങ്ങ് വരുന്ന സമയത്ത് എന്തായിരുന്നു ആ സമയം വൈകാൻ കാരണം? എന്ന് പറഞ്ഞാൽ എനിക്ക് ആ പഞ്ചർ കിട്ടിയതിലാണ്. പഞ്ചറുകാരനായിട്ട് ഒരു സംസാരം എന്തായിരുന്നു? ഒരു 50 രൂപയുടെ ഒരു വിഷയം. കാര്യം എന്ന് പറഞ്ഞാൽ ടയർ പഞ്ചറിട്ടിച്ചു. അവൻ 450 രൂപ വേണമെന്ന് പറഞ്ഞു. ഞാൻ 400 രൂപ കൊടുക്കത്തോളെന്ന് പറഞ്ഞു. അതിലാണ് ആ 50 രൂപ എൻ്റെ ജീവൻ നിലനിർത്തി. എൻ്റെ ജീവൻ മാത്രമല്ല, എൻ്റെ കൂടെ ആലപ്പുഴക്കാരൻ ഒരു പഞ്ചസാര കയറ്റി വന്ന വണ്ടിക്കാരനുണ്ടായിരുന്നു. അയാളുടെ ജീവൻ, പിന്നെ എൻ്റെ കൂടെയുള്ള ഷായി ചേട്ടൻ്റെ ജീവൻ, അതേപോലെ ഒരുപാട് പേരെ. ഈ അർജുനെ നമുക്ക് കണ്ട പരിചയമൊക്കെ ഉണ്ടോ? അർജുനെ ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം എന്നെ വിളിക്കാറുണ്ട്. നമ്മൾ ഈ ലൈനിൽ പോകുമ്പോൾ അർജുനൻ നല്ലൊരു സഹായിയാണ്. 8 ദിവസത്തിന് ശേഷമാണ് ഹംസയ്ക്ക് അവിടെ നിന്ന് പോകാനായത്, അല്ലെങ്കിൽ തിരിച്ചിങ്ങോട്ട് കേരളത്തിലേക്ക് എത്താനായത്. ഹംസയുടെ നാട്ടുകാരെല്ലാവരും തന്നെ അമ്പരന്നിരുന്നു. പക്ഷേ അദ്ദേഹം ജീവനോടെ തിരിച്ചെത്തി. പക്ഷേ വിഷമമുണ്ട്. അർജുന അടക്കം കുറച്ച് ആളുകൾ ഇപ്പോഴും ആ മണ്ണിനടിയിൽ